സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് ഈ ഒരു 12ാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ ആരാകും പുറത്തേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലെല്ലാം പലരും ഉണ്ടായിരുന്നു, ഒത്തിരി പേർ സാധ്യതകളൊക്കെ പലരെയും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പല വീഡിയോകളിലും ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു സാധ്യത പറഞ്ഞിരുന്നു. അത് പല അൺഒഫീഷ്യൽ പോളുകളുടെ അടിസ്ഥാനത്തിലുമാണ്, അതൊന്നും ഒരിക്കലും തെറ്റാറില്ല. ചില സമയങ്ങളിൽ മാത്രം ബിഗ് ബോസിൻ്റെതായ താല്പര്യങ്ങൾ കാണിക്കുമ്പോൾ മാത്രമാണ് തെറ്റാറുള്ളത്. എന്തായാലും നമ്മുടെ പൊന്നാങ്ങളമാരുടെ നന്ദൂട്ടൻ തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഏറ്റവും കുറവ് വോട്ടും നന്ദനയ്ക്ക് തന്നെയായിരുന്നു. ഓഡിയൻസ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രധാന കാരണം ഒരു അനിയത്തിപ്രാവ് കളി, അല്ലെന്നുണ്ടെങ്കിൽ പൊന്നാങ്ങളമാരുടെ നന്ദൂട്ടൻ എന്ന ഒരു കോംബോയും പിടിച്ച് ഈ 3 പേരും കൂടെ നടന്നത് തന്നെയാണ് പ്രേക്ഷകരെ വെറുപ്പിക്കാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം തന്നെ നമുക്കറിയാം. കാരണം കഴിഞ്ഞ ഒരാഴ്ച വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നോറയെ ഈ ഒരു നോമിനേഷനിലേക്ക് കിട്ടാനായിരുന്നു പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത്. നോറയോടായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും വെറുപ്പ്. എന്നാൽ ഈ ഒരു കോംബോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആങ്ങളമാരും അതുപോലെ തന്നെ നന്ദൂട്ടനും എന്നുള്ള പരിപാടി, അനിയത്തിപ്രാവ് പരിപാടി ആയപ്പോഴത്തേനും പ്രേക്ഷകർക്കൊക്കെ നല്ല രീതിയിൽ വെറുപ്പായി. ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന രീതിയിലേക്ക് ഒരു ഗെയിം ചേഞ്ച് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും നന്ദനയുടെ ഈ ഒരു പുറത്താക്കൽ. അല്ലെങ്കിൽ തന്നെ നന്ദനയ്ക്ക് പൊതുവെ വോട്ട് കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു ആങ്ങളമാരുടെ നന്ദൂട്ടൻ എന്നുള്ള കൺസെപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനിയത്തിപ്രാവ് കളി അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ഗെയിമും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ മികച്ചൊരു പ്രകടനമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് കയറി വന്നേനെ. പക്ഷേ ആ ഒരു അനിയത്തിപ്രാവ് കളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായിയും സിജോയും തന്നെയാണ് നന്ദനയുടെ ഇപ്പോഴത്തെ ഒരു എവിക്ഷനും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കാൻ, ഇൻ കേസ് എവിറ്റായി പോയിരുന്നാൽ പോലും വെറുപ്പില്ലാതെ എവിറ്റായി പോകാൻ സാധിച്ചേനെ. എന്നാൽ സായിയും സിജോയും കൂടെ കൂട്ടി നല്ല രീതിയിൽ വെറുപ്പിച്ച് നന്ദനയെ പുറത്താക്കാൻ സഹായിച്ചു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചിലപ്പം ആ കൂട്ടത്തിലുള്ള ഒരു പൊന്നാങ്ങളയായ സായിയും ചിലപ്പോൾ പുറത്താകാനുള്ള സകല ചാൻസുമുണ്ട്. കാരണം അടുത്തതായിട്ട് വോട്ട് കുറവുള്ളത് സായിക്കും നോറയ്ക്കുമാണ്. അപ്പം നോറയും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു അനീതിപ്രാവ് കളിയിൽ നന്ദൂട്ടൻ്റെ പൊന്നാങ്ങളമാരിൽ ഒരാളായ സായിയെ കൂടെ പുറത്താക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ എല്ലാം ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും നോറയെ അങ്ങോട്ട് മറന്നുപോയിരുന്നു, അല്ലെങ്കിൽ നോറയെ അങ്ങ് മാറ്റി നിർത്തി സായിനെ ആദ്യം പുറത്ത് കളയാമെന്ന രീതിയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സായി ആയിരിക്കാം അടുത്തൊരു എവിക്ഷനിൽ പുറത്തു പോകാനുള്ള സാധ്യതകൾ. അപ്പം അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ സൺഡേ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം സായിക്കും നോറയ്ക്കും വോട്ട് കുറവാണ്. സിജോ ഫാൻസിൻ്റെ കുറച്ച് വോട്ടുകളൊക്കെ സായിയെ തേടി എത്തിയാൽ മാത്രമേ സായിക്കൊരു നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സായി തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ നോറയ്ക്ക് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് കൂടിയുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് നോറയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നോറയെ അവിടെ നിലനിർത്തിയിട്ട് സായിനെ എടുത്ത് ദൂരെ കളയാനുള്ള സകല ചാൻസും ഉണ്ട്. അല്ലെ തന്നെ സായിക്ക് വോട്ട് കുറവാണ്. അപ്പം എന്തായാലും നമ്മുടെ നന്ദൂട്ടനോടൊപ്പം പൊന്നാങ്ങള കൂടി മിക്കവാറും ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനോട് നന്ദന വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.